ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുക, ഓൺലൈനായിട്ട് മാക്രോൺസിൻ്റെയും ഫോണ്ടൻറ്റിൻ്റെ കേക്കിൻ്റെ ഒക്കെ ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി തുടർന്ന് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസൊക്കെ ഇടാത്തത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് തുടർന്ന് വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറേ പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണം കൂടി ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താ ഒരു ലൈറ്റ് ഇല്ലാത്തത്, ഇരുട്ടത്ത് നിന്നിട്ടാണോ വീഡിയോ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം ആണോ എന്നൊക്കെ വിചാരിക്കും അല്ലേ. അപ്പോൾ അത് ഞാൻ കറണ്ട് ഇല്ലാതെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് പോവാറ് സാധാരണയാണല്ലോ. അത് ഒരു ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ കറണ്ട് വരും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ കറണ്ട് വരും. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കേക്കിനെ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മൾ അതിനെടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റും. അങ്ങനെയാണ് എല്ലാവരും ബേക്ക് ചെയ്യാറുള്ളതല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിനെ ഉണ്ടാക്കാൻ വെച്ച സമയത്ത് കറണ്ട് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറെ കേക്ക് ഉണ്ടാക്കാണ്ടിട്ട്, അപ്പോൾ അത് കാരണം ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ കേക്ക് ബേക്കായി വന്നതിൻ്റെ ശേഷം വേണം അടുത്ത ബാറ്റർ ഉണ്ടാക്കാൻ. പക്ഷേ ആ സമയത്ത് കറണ്ട് പോയി, നമുക്ക് ബീറ്ററൊന്നും ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യില്ല. പിന്നെ കറണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 മണിക്കൂറായി കറണ്ട് പോയിട്ട്. അത്രയും സമയമായിട്ടും നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് 4 kg ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 3 kgൻ്റെ പാത്രത്തിലും അതുപോലെ ഒരു 1 kgൻ്റെ പാത്രത്തിലുമായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 4 മണിക്കൂറായിട്ടും കറണ്ട് വന്നിട്ടില്ല. പിന്നെ എനിക്ക് രാവിലെ 10 മണിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇൻവെർട്ടറൊക്കെ ഓഫ് ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ലൈറ്റൊന്നും ഇടാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റിൻ്റെ പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് ഇനി വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അത് കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ എനിക്ക് ടെൻഷനായി. രാവിലെ നമുക്കിപ്പോൾ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ തന്നെ കേക്ക് കൊടുക്കണം. അപ്പോൾ എപ്പോഴാണ് കറണ്ട് വരിക, രാവിലെ ഉണ്ടാക്കലൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യണത്. കാരണം സാധാരണ നമ്മൾ ചെറിയ പാത്രത്തിലൊന്നും ബേക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. 3 kgൻ്റെ ബാറ്ററാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പാത്രം തന്നെയാണ് വേണ്ടത്. 12 ഇഞ്ചിൻ്റെ പാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ഇറക്കി വെക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മണലിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കത്തിക്കണം. അപ്പോൾ ഈ ഒരു ഉരുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കനം, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ടിയുള്ളൊരു പാത്രമാണ്. അതുകൊണ്ട് ചൂടായി കിട്ടാൻ ഒരുപാട് സമയം വേണം കേട്ടോ. പിന്നെ ഇത്രയും വലിയ പാത്രം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചിട്ട് നമ്മളൊരു 10-15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഉരുളി ചൂടായി കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ചൂടായിരിക്കാണല്ലോ നമ്മൾ ഈ ഒരു ബാറ്ററിന് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്യണവർക്ക് അറിയാം എത്രത്തോളം ചൂടാവണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ബാറ്ററി ഈ ഒരു ടിന്നിൽ 2 ഒഴിച്ച് വെച്ചിട്ട് തന്നെ ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ടാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതിനെ ഞാൻ പിന്നീട് ടാപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ആ ഇരുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഓവണിന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്ത സമയത്ത് തന്നെയാണ് ഒരു കുറച്ച് ടൈമായിട്ടുള്ളൂ. അതുകൊണ്ട് കറണ്ട് പോയപ്പോൾ പിന്നെ ഓവൻ്റെ അകത്ത് ചൂടായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കേക്കിന് ആ ഒരു ചൂട് തട്ടിയിട്ടേ ഇല്ല, ഓവൻ്റെ ചൂട് തട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മണലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2 വർഷത്തോളം ഈ ഒരു പാത്രമാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഉരുളി ഇതിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പാത്രമാണ് ഇട്ടത്. അപ്പോൾ 2 വർഷത്തോളം ഞാൻ വലിയ കേക്കൊക്കെ നമുക്ക് 6 kg വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അന്നും ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതാ 3 kgൻ്റെ ബാറ്ററി ഒഴിച്ചിട്ടുള്ള 12 ഇഞ്ചിൻ്റെ ടിന്ന് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബാറ്ററിന് ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ടാപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, നേരെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം ചൂടായിട്ടുള്ളൂ, നല്ലോണം ചൂടായിട്ടൊന്നുമില്ല. ഇനി ഇതിനെ ഞാൻ അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ലൈറ്റൊന്നും ഇടാൻ കഴിയില്ല, ഉള്ള ലൈറ്റും പോവും, ഇൻവെർട്ടറൊക്കെ ഓഫ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് ഈ കേക്ക് ഓർഡർ ചെയ്യണം, അത് ക്യാൻസൽ ചെയ്താൽ പോരെ എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്ന ഒരു 5:30-6 മണിക്കായിരുന്നു. പിന്നെ 7 മണി ആ ഒരു സമയത്ത് ബേക്കിങ്ങിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കറണ്ട് വരും എന്നുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിരുന്നല്ലോ. പിന്നെ ഈ ഒരു 11 മണിക്ക് ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, 11 മണി ടൈമിനാണ് പറഞ്ഞത് എനിക്ക് കേക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം അത്രയും ടൈം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി കറണ്ട് വരുമോ എന്നുള്ളത്. അപ്പം കറണ്ട് വരുന്നില്ല, കേക്ക് ചെയ്യാൻ കഴിയില്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ചിട്ട് തന്നതല്ലേ, രാവിലെ കേക്ക് ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഗെറ്റ് ടുഗദർ അല്ലേ, അതിന് ഓർഡർ തന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാണ് കറണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കേക്ക് ഞാൻ എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 3 kg 12 ഇഞ്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക്. പിന്നെ എന്താണ് 7 ഇഞ്ചിൽ ചെയ്ത കേക്ക് പുറത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെടുത്തിട്ട് താഴത്തെ തട്ടിലും വെച്ചു. പിന്നെ ഈ ഒരു കേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പൊങ്ങി വരുന്നേ ഉള്ളൂ, അടുപ്പത്ത് വെച്ചത് കേട്ടോ, ചൂടായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിനെടുത്തിട്ട് ഞാൻ ഓവനിക്ക് വെക്കുകയാണ്. അപ്പോൾ തീയെല്ലാം കത്തണമൊക്കെ കെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, പക്ഷെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചൂടാണ്. ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ. പിന്നെ ഇത് പാത്രം താഴത്തേക്ക് എടുത്ത് വെക്കാനൊന്നും കഴിയില്ല. അപ്പോൾ മുകളിലായിട്ട് ഞാൻ 12 ഇഞ്ചിൻ്റെ പാത്രം വെച്ചു, താഴെ ഭാഗത്തായിട്ട് 7 ഇഞ്ചിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈം വന്നിട്ടുള്ളത് 11:30 ആണ് കേട്ടോ. 11:30 കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് ഇപ്പോൾ കറണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇത്രയും ടൈം പുറത്തിരിക്കണതുകൊണ്ട് തന്നെ എന്താവും എന്നുള്ളതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേടൊന്നും വരില്ല എന്നുള്ളത് കേട്ടോ. പിന്നെ അത് ബേക്ക് ആവുന്ന സമയത്ത് നമ്മളവിടെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വർക്കുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ എടുക്കാൻ കാരണം കുറേ പേര് എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഞാൻ ഓവനിൽ ഒന്നിച്ചിട്ടാണല്ലോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു പാത്രമൊക്കെ പുറത്തിരിക്കണത് കാണുമ്പോൾ ചോദിക്കും അത് താന്നു പോകൂലേ, അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് താവൂലേ, ബാറ്റർ താവൂലേ എന്നൊക്കെ. അപ്പോൾ ഒരിക്കലും ഇല്ല കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്, ഒരിക്കലും കേക്ക് ഓവൺ ഓപ്പൺ ചെയ്തതെന്ന് വിചാരിച്ച് കേക്ക് താന്നു പോകുമൊന്നുമില്ല. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുകളിലത്തെ തട്ടിനെ താഴത്തേക്ക് വെച്ച് കൊടുത്തു, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുകൾ ഭാഗം ഒന്നും കൂടി ബേക്കായി വരാണ്ട്, പക്ഷേ കണ്ടില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 4 മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കേക്കിൻ്റെ ബാറ്ററിന് ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴെ വെച്ചിട്ടുണ്ടായിരുന്ന 12 ഇഞ്ചിൻ്റെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോൺ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് 2 കേക്കും ബേക്കായി ഓവണിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ ടോൾ കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈമായിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ല, ടൈം ഒരുപാട് ലേറ്റായി പോവല്ലേ. അപ്പോൾ ഈ ഒരു കേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു 4 മണിക്കൂറോളം പുറത്ത് വെച്ചതിൻ്റെ ശേഷം ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഇതിന് ഒരു ബേക്കിങ്ങിനൊന്നും ഒരു പ്രോബ്ലം വന്നിട്ടില്ല. മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു ചെറുതായിട്ടൊരു ചേഞ്ച്, അതായത് ബേക്കിങ്ങിൻ്റെ കുഴപ്പമൊന്നുമില്ല, ഒരു ചുളിവ് പോലെ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കറക്റ്റിന് തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂറാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റർ താന്നിട്ട് ആ ബാറ്റർ കേടുവരി പോവുക, അല്ലെങ്കിൽ ഉള്ളു ബേക്കായി കിട്ടാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കേടുമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെ സ്പഞ്ച് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനിതിനെ ജോയിൻറ്റ് ചെയ്തിട്ട് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചു. അപ്പോൾ 3 kg കേക്കും 1 kg കേക്കും തമ്മിൽ ജോയിൻ്റ് ആക്കിയതാണ്. ജോയിൻ്റ് ആക്കണ വീഡിയോ ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കുറച്ച് മുന്നായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ടി ഓർഡർ വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അപ്പോൾ അതിന് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈനുകളാണ് കേട്ടോ. പിന്നെ നൈഫ് വെച്ചിട്ട് സെൻറ്ററിലായിട്ട് ഓരോ ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിം എഴുതാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 4 kg കേക്ക് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഇതുപോലത്തെ ഒരു കഥയുണ്ട്. പിന്നെ ഈ ഒരു കേക്കിന് എത്രയും ടൈമൊന്നും പുറത്ത് വരുമെന്നുള്ള വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കറണ്ട് വരുമല്ലോ, അപ്പോൾ പിന്നെ ഓവനിൽ തന്നെ വെക്കാന്നുള്ള ആ ഒരു ഇതിൽ ഇത്രയും ടൈം വെയിറ്റ് ചെയ്തത്. പിന്നെ വരാതായപ്പോഴാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ.
പിന്നെ ഈ ഒരു കേക്കിനെ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 kgക്ക് വേണ്ടിയിട്ടുള്ള ബോക്സൊക്കെ നമുക്കിപ്പോൾ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ബോക്സ് ബേസിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോക്സും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ബോക്സിലായിട്ടാണ് നമ്മളിതിനെ പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ കറക്റ്റ് ടൈമിന് തന്നെ നമുക്ക് കേക്കിനെ ഡെലിവറി ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്